പാലക്കാട് ബി.ജെ.പിയുടെ ഗുണ്ടായിസം അതിരുവിടുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ പാലക്കാട് നമ്മൾ കണ്ടുവരുന്നത്. എന്താണ് പാലക്കാട് ബി.ജെ.പി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ണൂർ രാഷ്ട്രീയത്തെ പറ്റി, അതായത് കണ്ണൂര് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. നമ്മൾ അതിനെപ്പറ്റി എല്ലാം ചർച്ച ചെയ്തതാണ്. അപ്പൊ കണ്ണൂരിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ്, ഭീഷണിയുടെ രാഷ്ട്രീയം എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പൊ പാലക്കാട് എന്ന് വരുന്നൊരു വിഷയം എന്ന് പറയുന്നത്, പാലക്കാട് ത്രികോണ മത്സരമാണ്. അവിടെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഈ മൂന്ന് പേരും കൂടുള്ള മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ 2 സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയി. ആ പത്രിക തള്ളിപ്പോയ സാഹചര്യത്തിൽ പിന്നീട് അവിടെയുള്ളത് കോൺഗ്രസും BJP-യുമാണ്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ BJP-യുടെ പല നേതൃത്വവും വീട്ടിൽ കയറിയോ അല്ലെങ്കിൽ നേരിട്ടോ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ജീവിക്കുന്ന പല ആളുകൾ, അതായത് പാലക്കാടിനെ പറ്റി നമുക്കറിയാം, കുറെ ഉൾപ്രദേശങ്ങളുണ്ട്. ഉൾപ്രദേശത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് സാധാരണപ്പെട്ട മനുഷ്യരാണ്. അപ്പം സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളാണ്. അപ്പോ അവര് സാമൂഹികപരമായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു കുറെ ആളുകളുണ്ട്. അപ്പം അവര് മത്സരരംഗത്തേക്ക് കടന്നു വരുമ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന രീതി കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശിനെ നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇനി എന്തെങ്കിലും ഭീഷണിയുടെ സ്വരങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പം അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ ഉടൻ തന്നെ നേതൃത്വത്തെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു. അപ്പൊ ഇന്നലെ സംഭവിച്ചത് എന്ന് പറയുന്നത്, BJP-യുടെ നേതാക്കന്മാരൊക്കെ വീട്ടിൽ ചെന്നിട്ട്, അതായത് നേതൃത്വ കൗൺസിലറാണ്, അവിടുത്തെ കൗൺസിലറാണ്, BJP-യുടെ കൗൺസിലറാണ് അവിടെ ഉള്ളത്. അപ്പം അവര് വീട്ടിൽ ചെന്നിട്ട് പറയണം, അതായത് അദ്ദേഹം എവിടെയെന്ന് ചോദിച്ചു, രമേശൻ എവിടെയാണെന്ന് ചോദിച്ചു. പുറത്തേക്ക് പോയെന്ന് പറഞ്ഞപ്പോൾ ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ ആണല്ലോ ഉള്ളത്. അപ്പൊ അവരുടെ വീടൊക്കെ കണ്ടിട്ട്, വീടൊക്കെ വളരെ മോശമാണ്, ജീവിത സാഹചര്യമൊക്കെ നമുക്ക് മനസ്സിലാവും. രമേശനോട് മത്സരിക്കാതെ മാറി എന്ന് കഴിഞ്ഞാല് ഞങ്ങള് സഹായിക്കാം. ആദ്യമേ സഹായത്തിന്റെ ധ്വനിയാണല്ലോ ഉന്നയിക്കുന്നത്. കാരണം സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കുടുംബമാണ്. അപ്പം അവരെ സാമ്പത്തികമായിട്ട് വിലക്കെടുത്ത് കളയാമെന്നുള്ളൊരു ചിന്താഗതിയായിരിക്കാം BJP-ക്കുള്ളത്. പക്ഷെ അതൊന്നും ജനാധിപത്യത്തിൽ ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല ഒരിക്കലും. ഈ കണ്ണൂര് നമുക്കറിയാം, കണ്ണൂർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയാണ്, അല്ലെങ്കിൽ LDF-ന്റെ കോട്ടയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ പാലക്കാട് BJP-യുടെ കോട്ടയായിട്ട് വരുത്തി തീർക്കാനുള്ള ശ്രമമാണോ BJP-യുടെ ഭാഗത്തു നിന്നുള്ളത് എന്നൊരു സംശയമുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കറിയാം, പാലക്കാട് 43ഓളം വാർഡുകളിൽ BJP-ക്ക് സ്ഥാനാർത്ഥികളില്ല. ഇത്രത്തോളം ആളുകളെ നിർത്താൻ, അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ നോക്കിയാൽ 8000-ലധികം സീറ്റുകളിൽ BJP-ക്ക് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നവരെ പോലും, അല്ലെങ്കിൽ നിൽക്കുന്ന ആളുകൾക്ക് എതിരില്ലാതെ വിജയിക്കണം, അതിനുവേണ്ടി ഭീഷണിയായാലും പണം കൊടുത്തായാലും ഏത് രീതിയിൽ അധികാരം പിടിക്കാന്നുള്ള ഒരു പുതിയ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. BJP-യുടെ ഒരു വളർച്ചയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും BJP-ക്ക് എല്ലാ ജില്ലകളിലും എല്ലാ വാർഡുകളിലും BJP സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ BJP-ക്ക് സ്ഥാനാർത്ഥികളെ വെക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാലക്കാടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല്, പാലക്കാട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഷോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ, അതായത് എതിർ സ്ഥാനാർത്ഥികളൊക്കെ വലിയ രീതിയിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു കാര്യം. അവിടെയാണ് ഇതേപോലൊരു നേതാവ് കോൺഗ്രസിൽ വേണമെന്ന് കോൺഗ്രസിന്റെ അണികൾ ശക്തമായി വാദിക്കുന്ന ഒരു സാഹചര്യം കണ്ടത്. ഇതാണ്ടാ നേതാവ് എന്ന് അണികൾ എടുത്തു പറയത്തക്ക വിധത്തില് രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ, നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ BJP നേതാക്കന്മാരൊക്കെ അവിടെ വന്നിരുന്ന് ഇല്ല, ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ധാർഷ്ട്യത്തോടെ, അല്ലെങ്കിൽ ഇവരാണ് ഈ നിയമങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന ധാർഷ്ട്യത്തോടെ അവിടെ ഇരുന്ന് ഇത് തള്ളിക്കളയണമെന്ന് പറയുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായിട്ട് അവിടെ ഇടപെട്ടുകൊണ്ട് അതിലെ ഓരോ പോരായ്മയും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അത് അദ്ദേഹം വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ നിന്ന് അത് വാങ്ങിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിലുള്ള നേതാവ് വേണമെന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ ആഗ്രഹിച്ചു പോകുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. കേരളത്തിലെ എത്ര നോമിനേഷനുകളാണ് തള്ളിപ്പോയത്, അതും ഓരോ ചെറിയ ചെറിയ പേരുകൾ. ഇപ്പൊ കണ്ണൂര് തന്നെ നമ്മൾ മലപ്പട്ടണത്തെ വാർത്ത നമ്മൾ കണ്ടതാണ്. ആ ഒരു പെൺകുട്ടിയെ എഴുതാനും വായിക്കാനും അറിയത്തില്ല, ഇത് നീയാണ് ഒപ്പിട്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടെ ആ ഉപ്പ് അല്ലെങ്കിൽ ആ ഭരണാധികാരിക്ക് കൊടുത്തിട്ടുള്ള നാമനിർദ്ദേശ പത്രിക കീറിക്കളയുന്ന ഒരു സാഹചര്യം. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് ഞാൻ തന്നെയാണ് ഒപ്പിട്ടത്, ഞാൻ ബിരുദധാരിയാണ് എന്ന് വരെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പം ബിരുദധാരിക്ക് എന്താ ഒപ്പിട്ട് കഴിഞ്ഞാൽ തെറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് കീറിക്കളയുന്ന ഒരു സാഹചര്യം.
അപ്പൊ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ അതായത് രാഷ്ട്രീയ നേട്ടത്തെക്കാൾ ഉപരി ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഏതൊരാളെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു നേതാവിന്റെ പ്രാധാന്യം. അതെ, തീർച്ചയായും. ഒരു നേതാവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അത് കൊടുക്കാൻ നേരത്തെ അവിടെ കൃത്യമായിട്ട് ശക്തമായിട്ട് ഇത് സംസാരിക്കാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ല. പാലക്കാട് കണ്ടതാണ്. എന്നിട്ട് പോലും മലപ്പട്ടത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിഷേധത്തെ ഷോയാണ്, രാഹുലിന്റെ ഷോ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചൊരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം രാഹുലിനെ പോലെ മറ്റേത് നേതാവാണ് ഇത്തരത്തിൽ, ഏത് പാർട്ടിയുടെ, കോൺഗ്രസിന്റെ മാത്രമല്ല ഏത് പാർട്ടിയുടെ ഏത് നേതാവാണ് ഇത്തരത്തിൽ അണികൾ എത്രത്തോളം ചേർത്ത് പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം തന്നെയാണ്. അണികളെ ചേർത്ത് പിടിക്കുന്നത് മാത്രമല്ല, ഒരു നേതാവ് ഇടപെടേണ്ട സാഹചര്യങ്ങളുണ്ട്. പാലക്കാട് നമ്മൾ കണ്ടതാണ് ആ വിഷയം. അവിടെ നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നു, ഭരണാധികാരി വാങ്ങിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പുറത്തുനിന്ന് ഇടതുപക്ഷവും BJPയും ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്. അവിടെ ആ ഒരു നേതാവിന്റെ ഒറ്റ ഇടപെടിയിൽ കൊണ്ട് കൃത്യമായിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു അദ്ദേഹത്തിന്റെ ആ സംസാര ശൈലി കൊണ്ട് അതവിടെ സോൾവ് ചെയ്യപ്പെടുകയാണ്. അവിടെ കോൺഗ്രസിനൊരു മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കുകയാണ്. ഇല്ലെങ്കിലോ ആ സ്ഥാനാർത്ഥി അവിടെ ഇല്ലാതെ ഒരു സാഹചര്യമാവും. അപ്പൊ അവിടെയാണ് ഇത്തരത്തിലൊരു നേതാവിന്റെ ആവശ്യകത വരുന്നത്. അപ്പം അങ്ങനെ പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ ശ്രീകണ്ഠൻ MP പാലക്കാട്, അദ്ദേഹം കൃത്യമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞു തരുന്നുണ്ട്. അതായത് അവിടെ 2 സ്ഥാനാർത്ഥികളുടെ 50ഉം 51ഉം വാർഡിലെ 2 സ്ഥാനാർത്ഥികൾ, ഇടതുപക്ഷത്തിന്റെ 2 സ്ഥാനാർത്ഥികളുടെ വോട്ടർ പട്ടികയാണ് തള്ളിപ്പോയിട്ടുള്ളത് ഇടതുപക്ഷത്തിന്. അപ്പം അവിടെ BJPക്ക് ഏകപക്ഷീയമായിട്ട് വിജയിക്കണം. ആ വിജയിക്കാൻ വേണ്ടിയിട്ട് BJP എന്ത് തന്ത്രത്തിനും തയ്യാറാണ്. തയ്യാറെന്ന് പറയുമ്പോഴോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പൈസ കൊടുത്തിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഞങ്ങൾ വാങ്ങിക്കുമെന്നുള്ളൊരു ധാർഷ്ട്യമാണ്. അല്ല, അതിനപ്പുറത്തേക്ക് LDFന് സ്ഥാനാർത്ഥികൾ ഇല്ലാതെ വരുമ്പോൾ കോൺഗ്രസ് നിന്നാൽ വിജയം ഉറപ്പാക്കാൻ കോൺഗ്രസിന് സാധിക്കുമെന്നുള്ള BJPയുടെ ഭയമായിരിക്കില്ല ഈ ഒരു നീക്കത്തിലേക്ക് അവരെ നയിച്ചത്. വികസനം കാണിച്ചുകൊണ്ട്, പാലക്കാട് വികസനം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുന്നുള്ള വാഗ്ദാനം നൽകിക്കൊണ്ടോ BJPക്ക് വോട്ട് പിടിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പാലക്കാട് BJPയുടെ ഭരണം ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്നുള്ളത് പല കോണുകളിൽ നിന്നും വരുന്ന വാർത്തകൾ നമുക്ക് വ്യക്തമാണ്. അല്ല, BJPയെ സംബന്ധിച്ച് നമ്മള് ഇപ്പം പ്രശാന്ത് ശിവന്റെയും ആർഷോയുടെയും കാര്യം നമ്മൾ കണ്ടാണ്. ഇങ്ങനെ അടിച്ചു തീർക്കാനാണ് ഇവർക്കൊക്കെ ആഗ്രഹം എന്നുള്ളത്. അതായത് ഇവരെയൊക്കെ സംബന്ധിച്ച് ജനാധിപത്യം എന്ന് പറയുന്നത് അടിച്ചും ഇടിച്ചും പിടിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം പണ്ട് രാജഭരണകാലമൊക്കെ എങ്ങനെയായിരുന്നു? രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചാണല്ലോ നമ്മള് രാജ്യം സ്വന്തമാക്കുന്നത്. ഇപ്പോഴും ഇവരുടെ എല്ലാം മനസ്സിൽ അതാണ്, എങ്ങനെയെങ്കിലും ഇവരെ അടിച്ചിടിച്ച് തോൽപ്പിക്കുക. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു വിലയും കൊടുക്കാൻ തയ്യാറല്ല ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം. ഏത് രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും ഒരു സ്ഥലത്ത് അവർ മാത്രമാണ് ഭരിക്കുന്നതെങ്കിൽ അവർ ഏകാധിപതികളായിട്ട് മാറും. അതിന് മറ്റൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് തിട്ടൂരമായിരിക്കും അവിടെ. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാല് ആ നാട്ടുകാരെ പറയും ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ നീ ആരാ സംസാരിക്കാൻ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും നമുക്ക് യാത്ര ചെയ്യാനും അവിടെ ജീവിക്കാനുമുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ ഇത് എന്റെ സ്വന്തം തന്തയുടെ വകയാടാ എന്ന് പറയുന്ന രീതിയിലേക്ക് റോഡിൽ ഇറങ്ങിയാൽ പോലും ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീ ഏതാടാ അല്ലെങ്കിൽ ഇത് എന്റെ നാടാടാ എന്ന് പറയുന്ന ആ തിട്ടൂരമുണ്ടല്ലോ, അത്തരത്തിലുള്ള തിട്ടൂരമാണ് പല നേതാക്കന്മാർക്കും പല രാഷ്ട്രീയക്കാർക്കും അവര് ഒറ്റയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ അവർക്കുണ്ടാവുന്നത്. അവിടെ ഏതെങ്കിലും ഒരാൾ മത്സരിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവനെ അടികൊടുത്തോ ഭീഷണിപ്പെടുത്തിയോ, അതുമല്ലെങ്കിൽ സാമ്പത്തികമായിട്ട്, ആദ്യമേ സാമ്പത്തികമാണല്ലോ ചർച്ച ചെയ്യുന്നത്. സാമ്പത്തികമായിട്ട് അടിക്കും പിടിക്കും പോയി കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയും. അപ്പൊ അതിലും എളുപ്പം സാമ്പത്തികമായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിൽ ചെയ്യാം. അപ്പം അങ്ങനെ ആദ്യമേ ശ്രമിക്കും. അതിന് കഴിഞ്ഞില്ലേ, ആദ്യമേ ഇവിടെ പാലക്കാട് തന്നെ നോക്കണം. ആ രമേശൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് പോയിട്ട് അമ്മയും അച്ഛനെയും ഭാര്യയും വരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയാണ്. അത് എന്തിന്റെ പേരിലാണ്? നിങ്ങളുടെ വീട് കണ്ടു, നിങ്ങളുടെ സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളെ സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, രമേശനോട് പറയണം, സ്ഥാനാർത്ഥി മാറാൻ പറയണം. അപ്പം ഭീഷണിപ്പെടുത്തി, അല്ലെങ്കിൽ അത് ആദ്യമേ ഒരു നയമാണ്. ഭാര്യയും മക്കളെയും അച്ഛനെയൊക്കെ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ, ചില സിനിമകളിൽ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് പോലെ ആദ്യം കുടുംബത്തിൽ ചെന്ന്, വ്യക്തിയില്ലാത്ത സമയത്ത് കുടുംബത്തിൽ ചെല്ലുന്നു, പണം നൽകി അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവരത് വീടില്ലെന്ന് കണ്ടാൽ പിന്നീട് ഗുണ്ടായിസം. ഈ ഒരു രീതിയാണ് പാലക്കാട് BJP നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകും, അല്ലെങ്കിൽ BJPയുടെ ഭയം അത് അവരുടെ നാശത്തിലേക്കുള്ളത് തന്നെയാണ് എന്നുള്ളത് തുറന്നു വെക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോൾ പാലക്കാട് മാത്രമല്ല കേരളത്തിലൊട്ടാകെ. നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചില സമയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഈ ഒറ്റ തിട്ടൂരം കൊണ്ടാണ്, ഈ ഒരു ധാർഷ്ട്യം കൊണ്ടാണ്. ഈ പാർട്ടി ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ധാർഷ്ട്യമാണ്. ഞങ്ങൾ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ ജനങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു, അവിടെ എതിർ സ്ഥാനാർത്ഥിയുണ്ട്,
അപ്പൊ അയാൾക്ക് പോയിട്ടുള്ള വോട്ടുകളുണ്ട്, അയാൾക്കുള്ള ജനപിന്തുണയുണ്ട്. ആ ജനങ്ങളെയും കൂടെ, അത് ഒരാൾ ജനപ്രതിയായി കഴിഞ്ഞാൽ തങ്ങൾക്ക് വോട്ട് ചെയ്ത ആളുകൾ മാത്രമല്ല, ഇപ്പുറത്തുള്ള തങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത വിഭാഗം ആളുകളെയും കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു വലിയൊരു സന്ദേശമാണ് ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇന്നും മനസ്സിലായിട്ടില്ല പല ആളുകൾക്കും. എന്റെ പാർട്ടിക്കാർ എന്ന് പറയുന്ന ഒറ്റ വിചാരം മാത്രമേ ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ജനങ്ങൾ, എന്നെ വിജയിപ്പിച്ച ജനങ്ങൾ, എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച ജനങ്ങൾ, ആ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്റെ ആശയങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട്, എന്റെ വികസനങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട്, എന്റെ വീക്ഷണങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ട്. അപ്പൊ അതിനെയും കൂടെ ചേർത്ത് നിർത്തി അവർക്ക് കൂടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഒരു ജനപ്രതിനിധി തയ്യാറാവേണ്ടത്. പക്ഷെ ഇന്നെന്താണ് കാണുന്നത്? നീ എനിക്ക് വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ ഒന്നിനും സഹകരിപ്പിക്കത്തില്ല, നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളൊന്നും ഞങ്ങൾ തരില്ല. അതിനപ്പുറത്തേക്ക് പാർട്ടിക്കെതിരെ മത്സരിക്കാൻ എങ്ങനെ തുനിഞ്ഞിറങ്ങിയാൽ തട്ടിക്കളയും. അതെ, ഭീഷണിയുടെ സ്വരങ്ങൾ. പക്ഷെ ഇത് ബി ജെ പിക്ക് മാത്രമാണ് ഈ ഒരു ഭീഷണി സ്വരം എന്ന് ചോദിച്ചാൽ CPM-ന്റെ പല നേതാക്കന്മാരും 40 വർഷത്തിലധികമായി CPM-ന് വേണ്ടി കഠിനമായി പ്രവർത്തിച്ചിരുന്ന പല നേതാക്കളും പിന്നീട് വിമതരായി മത്സരിക്കുമ്പോൾ ഈ ഒരു ഭീഷണിയുടെ സ്വരമൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. ആ ഒരു പാത തന്നെ പിന്തുടർന്നുകൊണ്ട് ഇന്നിപ്പോൾ CPM നിൽക്കുന്ന അല്ലെങ്കിൽ LDF നിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നാളെ BJP എത്താൻ സാധിക്കുമെന്നുള്ള മിഥ്യാധാരണ മാത്രമാണ് ഈ ഒരു സ്വന്തം പാർട്ടിയിൽ നിന്നും വിമർശിച്ചതിന് TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യനെ 53 വെട്ടുവെട്ടിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേപോലെ തന്നെ നമുക്കറിയാം എത്രയോ വിഷയങ്ങളാണ് കേരള രാഷ്ട്രീയത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ളത്. അപ്പൊ എല്ലാ കാലത്തും ഇപ്പൊ BJP-യെ സംബന്ധിച്ചാണെങ്കിൽ എന്നും നമ്മൾ കേൾക്കുന്നതാണ്, ഇപ്പൊ കേരളം വിട്ടുകഴിഞ്ഞാല് ഹോട്ടൽ രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ സൂട്ട് കേസ് രാഷ്ട്രീയം, പൈസ സൂട്ട് കേസ് ഇതിനകത്താക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോകുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിലേക്ക് BJP കേരളത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന്റെ മറ്റൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കയറാൻ പോകുന്നു, അതിന്റെ ഒരു ചുവടുവെപ്പായിരിക്കാം ഇത്.